ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ ഇയാൾ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഇല്ലേ, അതിന്ന് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിനകത്ത് സൗണ്ട് ഇല്ല. സാരല്ല, ആണുങ്ങൾക്ക് കഷണ്ടി അലങ്കാരമാണ്. നാളെയാണ് ഞങ്ങൾ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത്. കേരളത്തിൽ പോയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ നമ്മളെ അടുത്തേക്ക് വരുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. എനിക്ക് നാളെ കുട്ടിയെ കാണാൻ പോകാൻ പറ്റുള്ളൂ സന്തോഷം. ഷൂട്ടിംഗ് അല്ല, 5 മിനിറ്റ് അല്ലേ, നാളെ രാവിലെ പോണ മുമ്പ് ചെയ്യാലോ. എനിക്ക് അതുകൊണ്ടൊന്നുമില്ല. എന്താ കുട്ടിയെ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണോ മുഖത്ത്? ആ, വീട് ഉറങ്ങിയ പോലെ ഇല്ലേ അവളില്ലാതെ. നിങ്ങൾ ഈ നാട്ടിൽ പോയപ്പോൾ നിങ്ങൾക്ക് അന്ന് ഒരു സെറ്റ് സാരി തന്ന ഒരാളെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ലേ? അമ്മൂന് ഓർമ്മയില്ലേ? ഒരുപാട് പേര് ഒരാള് സെറ്റ് സാരി വന്നിട്ട് അങ്ങടിപ്പുറത്ത് വന്നിട്ട് അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവര് മൈൻഡ് വ്യൂസിൽ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ്. അവരിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷം. അന്ന് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പിന്നെ ജസ്റ്റ് മെസ്സേജൊക്കെ അയച്ച് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ പോയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ നമ്മളെ അടുത്തേക്ക് വരുന്നത് എൻ്റെ ജീവിതത്തിൽ. കാരണം നമ്മളവിടെ പോകാറേ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും അറിയില്ലെന്നൊന്നും നമുക്കറിയില്ല. അതെ, ഫാൻ അല്ല, ഒരാള് പറഞ്ഞില്ലേ പരിചയത്തില്. അന്ന് ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ വന്നില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും പോയപ്പോഴാണോ? ഞങ്ങൾ രണ്ടുപേരും പോയ അന്ന് ഇയാൾ ആ ഒരു പോക്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൂടെ. അതുകൊണ്ട് അറിയാൻ ചാൻസ് ഇല്ല. ഞാൻ അപ്പം തന്നെ മെസ്സേജ് അയച്ചില്ലേ ഇതാണ് ആളെന്ന് പറഞ്ഞിട്ട്, ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ സെൽഫി എടുത്തിരുന്നു പറഞ്ഞില്ലേ, അത് ഞാൻ അപ്പം തന്നെ ഷെയർ ചെയ്തില്ലേ, അവരാണ്. എത്ര പഴം കിട്ടിയാലും കഴിച്ചോളും. ഞാൻ ദോശ സൈക്കോ, ഇയാൾ പഴം സൈക്കോ. കറക്റ്റ് അല്ലേ? ഒരു നാളല്ലാണ്ട് പറയണമൊക്കെ ആന്ന്. കുനിഞ്ഞാ പോയില്ലേ? സാരല്ല, ആണുങ്ങൾക്ക് കഷണ്ടി അലങ്കാരമാണ്. നാളെയാണ് ഞങ്ങൾ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത്. മുത്തച്ഛൻ്റെ അമ്മമ്മയുടെ അടുത്ത് നിന്ന് നാളെ രാവിലെ പോകണം, വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരണം. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഫോട്ടോ ഞാൻ മാറ്റിക്കോളാം. നാളെ ഫോട്ടോ എടുത്തിട്ട് മാറ്റിക്കോളൂ 3 നാളില്. എന്താ പറയണ മനസ്സിലായി? യൂട്യൂബിൻ്റെ വാൾപേപ്പറിൽ ഞാനും കുട്ടികളുടെ ഫോട്ടോ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ കലിപ്പാണ് ഈ മുഖത്ത് കാണുന്നത്. നോക്കട്ടെ, മോന്ത കാണട്ടെ. ഞാൻ ഇയാളുടെ കൂടി ഫോട്ടോ ചേർത്ത് വെച്ചോളാം. യൂട്യൂബിൻ്റെ തമ്പനയിലല്ല, പ്രൊഫൈൽ ഫോട്ടോയിൽ ഇയാളുടേത് വെച്ചോളാം. കരയണ്ട, ഓക്കെ? ഇതൊന്നും പറയല്ലേ? യൂട്യൂബിൻ്റെ വാൾപേപ്പറിൽ ഇതേ കാണുന്ന ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, ഇതിനകത്ത് ഞാനും കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പിന്നെ ഓക്കെ, സ്ഥലമല്ല, ഇവിടെ ഞാനും കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈഫിൻ്റെ ഫോട്ടോ ഇപ്പം പിന്നെ ആഡ് ചെയ്തു, എഡിറ്റ് ചെയ്ത് കയറ്റി. ഇതിനായിരുന്നു പ്രശ്നം മൊത്തം. വേണ്ട, ഇയാൾ കഴിച്ചോ. ഇതിനെന്താ പേരെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. മൈസൂർ പാക്ക് അങ്ങനത്തെ സാധനം നല്ലല്ലോ. എന്തോ ആണോ, സ്വീറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അത്ര സ്വീറ്റ് ഇല്ലല്ലോ. എന്തിനാ പറഞ്ഞത്? ഡയബറ്റിക് ഉണ്ടാക്കുന്നത്, ഷുഗർ ഉണ്ടാക്കുന്നത് വേണ്ടേ? ഇയാളെന്നെ കഴിച്ചോ. ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ ഇയാൾ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഇല്ലേ, ഏത് ഇയാളുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ വീഡിയോ, അതിന്ന് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിനകത്ത് സൗണ്ട് ഇല്ല. ഇയാൾ മൈക്ക് അടുത്ത് വെച്ചിട്ട് സംസാരിച്ചില്ലല്ലോ. അത് വെച്ചിട്ടില്ല, എന്നിട്ട് അതിനകത്ത് സൗണ്ട് ഇല്ല. ഞാൻ കേട്ട് നോക്കുമായിരുന്നു. കേട്ട് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ വരെ കയറ്റി, എന്നതിന് ശേഷം നോക്കുന്ന സമയത്ത് അതിനകത്ത് വോയിസ് ഇല്ല. അത് റീഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഡ്രസ്സൊന്നും മാറ്റാൻ നിൽക്കണ്ട. നമുക്ക് ഇന്നലെ അമ്മുവിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു, അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ. അതിനകത്തൊരു പ്രശ്നമുണ്ട്, സൗണ്ട് റെക്കോർഡായിട്ടില്ല. മൈക്ക് മുന്നിലേക്ക് വെക്കണ്ടേ, ആൾ വെച്ചിട്ടില്ല, ഫുള്ള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ റീഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. 8ൻ്റെ പണി. നാളെ റെഡിയാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പുറത്തിറങ്ങണം, കുറച്ച് നേരത്തെ ഇറങ്ങണം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇയാളുടെ ഷൂട്ട് കഴിയില്ലേ? പിന്നെന്താ പ്രശ്നം? അല്ലേ, ജനുവരി ആയില്ലേ, വേഗം ഇറങ്ങിയാലല്ലേ കിട്ടുള്ളൂ. അതിന് നമ്മുടെ ഇവിടുത്തെ അവധി ദിവസങ്ങൾ പോലെ ഒന്നുമല്ലല്ലോ പുറം രാജ്യങ്ങളിലെ അവധി ദിവസങ്ങൾ. അതുകൊണ്ട് എപ്പോൾ ഇറക്കിയാലും എന്താ പ്രശ്നം? ഇന്നത്തെ വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയതായിട്ടാണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കുട്ടിയെ തിരിച്ചിങ്ങോട്ട് തന്നെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു വ്ളോഗാണ്. എക്സൈറ്റിംഗ് ആണ്. നാളെ കാണാം. ബൈ.